പാർലമെന്റ് അതിക്രമ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. 2 വർഷത്തിനിടെ പ്രതികൾ 3 ഇടങ്ങളിൽ യോഗം ചേർന്നുവെന്ന് പോലീസ്. മൈസൂർ, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. അതേസമയം മുഖ്യ ആസൂത്രകൻ ലളിത്സായുടേത് തീവ്ര നിലപാടുകളുള്ള എഴുത്തുകളെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു കൃത്യമായ ആസൂത്രണം, ഗൂഢാലോചനയും ഒക്കെയുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണല്ലേ ഈ ഒരു ഘട്ടത്തിലും പുറത്തുവരുന്നത്? തീർച്ചയായും രഞ്ജിനി, ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളുടെ പഴക്കമുള്ള തരത്തിലുള്ള ആസൂത്രണവും ഗൂഢാലോചനയും നടന്നു എന്നത് സംബന്ധിച്ച മൊഴികളും തെളിവുകളുമാണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പാർലമെന്റ് അതിക്രമ കേസിൽ വലിയ തോതിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുമാവത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഈ കസ്റ്റഡിയിൽ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 3 ഇടങ്ങളിലാണ് പ്രതികൾ യോഗം ചേർന്നിരിക്കുന്നത്. അത് ഡൽഹി, ഗുരുഗ്രാം, അതുപോലെ തന്നെ മൈസൂർ എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. ഈ മനോരഞ്ജന്റെ സ്ഥലമാണ് മൈസൂര്. അതുപോലെ ഗുരുഗ്രാം വിശാൽ സാഗറിന്റെ നേതൃത്വത്തിലാണ് ഗുരുഗ്രാമിൽ യോഗം ചേർന്നത് എന്നും പറയുന്നു. ഇതിനിടയിലെല്ലാം തന്നെ ഇവർ ഈ ഏത് തരത്തിലുള്ള, അതായത് സർക്കാരിന്റെ വിവിധ നയങ്ങളോടുള്ള എതിർപ്പായിരുന്നു ഈ പ്രതികളുടെ കാരണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അവസാന ഘട്ടത്തിലാണ് പാർലമെന്റ് അതിക്രമത്തിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പ്രതികൾ എത്തിയത് എന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഈ ലളിത, മുഖ്യ ആസൂത്രകനായ ലളിതയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുമായി ലളിത ഏതെല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എഴുതിയ എഴുത്തുകളുമാണ് പരിശോധനയ്ക്ക് വരുന്നത്. ഏറ്റവും തീവ്രമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്ന എഴുത്തുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എഴുത്തുകളെല്ലാം തന്നെ തീവ്ര സ്വഭാവമുള്ളതാണെന്നും ഡൽഹി സ്പെഷ്യൽ പോലീസ് പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് രഞ്ജിനി.